ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന JBL പാർട്ടി ബോക്സ് എൻകോറിൻ്റെ അൺബോക്സിംഗ് ആണ്. ആക്ച്വലി റിയൽ അൺബോക്സിങ് ഓൾറെഡി കഴിഞ്ഞു. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ 2 ചട്ടമ്പികൾ കയറി വന്ന് അവർക്കും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് അതൊരുമാതിരി കുളമാക്കി. സോ അത് കഴിഞ്ഞുള്ള വീഡിയോ ആണ്. ഓക്കെ, JBL അതാണ് സാധനം. നൈസാണ്, നൈസ് വെയിറ്റൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു മൈക്കുണ്ട്, മൈക്ക് വരുന്നുണ്ട്. മൈക്ക് 2 ബാറ്ററി ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഈ മൈക്ക് ഓൾറെഡി ഇതുമായിട്ട് പെയർ ചെയ്തിട്ടാണ് വരുന്നത്. നമുക്ക് ഓൾറെഡി പെയർ ചെയ്തതാണ്. ഇതിവിടെ ഇങ്ങനെ തിരിച്ച് നമുക്ക് ഇവിടെ ബാറ്ററി ഇടാം. വയർലെസ് മൈക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പുറകിൽ ഒരു ഓക്സ് പോർട്ടുണ്ട്, അതുപോലെ USB പോർട്ടുണ്ട്. ഇവിടെ ഒരു ഓക്സ് പോർട്ടുണ്ട്, ഒരു USB പോർട്ടുണ്ട്, ഇവിടെ ഒരു TWS പോർട്ടുണ്ട്. ഇതുണ്ട്. അപ്പം ഈ ഓക്സ് കേബിളിൽ നമുക്ക് വയർഡ് ആയിട്ടുള്ള മൈക്ക് വേണം കണക്ട് ചെയ്യാൻ. ഈ ഒരു പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ പവർ സോഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 10 hour നമുക്ക് കൈപിടിച്ചുകൊണ്ട് നടക്കാം. ഓക്കെ, അതാണ് അവർ ആവശ്യപ്പെടുന്നത്. ഞാൻ എന്തായാലും അത് നോക്കിയില്ല, ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ. ഞാൻ വാങ്ങിച്ചത് ഇവിടെ കോസ്കോയിൽ നിന്ന് വാങ്ങി. കോസ്കോയിൽ എനിക്ക് 191 പൗണ്ടായി. 191 പൗണ്ട്. അത് എന്തോ ഒരു ഓഫറായിരുന്നു. നേരത്തെ 199 പൗണ്ടായിരുന്നു. ആമസോണിൽ നോക്കുമ്പം ഇതിന് 220 എബോവാണ് ആമസോണിൽ. ആർഗോസിൽ നോക്കുമ്പോൾ ഇതിന് 299 പൗണ്ടാണ്. പലയിടത്തും പല റേറ്റാണ്. കോസ്കോയിലാണ് എനിക്ക് വിലക്കുറവ് തോന്നിയത്. ഓക്കെ, പവർ കേബിളുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ അവരുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഇത് നമ്മൾ JBLൻ്റെ ഒരു ആപ്പുണ്ട്, നമ്മൾ മൊബൈലിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ആപ്പ് വഴി ഇതിൻ്റെ എല്ലാ ബാസ്, അതുപോലെ തന്നെ ലെറ്റ് മീ സ്വിച്ച് ഡൗൺ. ഇവിടെ സ്വിച്ച് ഉണ്ട്. കമോൺ. സോ ഇവിടെ ലൈറ്റ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മൊബൈലിൽ ആപ്പിൽ JBL ആപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്തിൽ നമുക്ക് ഇതിൻ്റെ ഈ കളറും ഈ ലൈറ്റ്, സറൗണ്ടിങ് ലൈറ്റൊക്കെ കൺട്രോൾ ചെയ്യാം. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഈ സൈഡിലും ഇവിടെയൊക്കെ ലൈറ്റുണ്ട്, ഇതൊക്കെ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ ബാസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ കരോക്കെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കൂടെ ഒരു മൈക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് കരോക്കെ മൈക്കായിട്ട് യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് ഇവിടെ അതിൻ്റെ മൈക്കിൻ്റെ വോളിയം ഒക്കെ കൺട്രോൾ ചെയ്യാം. അതിൻ്റെയാണ് ഇവിടെ 4 മണ്ടയ്ക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹോളി ലൈൻ മൈക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ DSLR കണക്ട് ചെയ്യുന്ന ട്രാൻസ്മിറ്റർ ഈ ഒരു ഓക്സ് കേബിളുമായിട്ട് കണക്ട് ചെയ്ത് ഇതേ കുത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഈ മൈക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഈ സ്പീക്കർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇച്ചിരൂടെ കൊച്ചത്തിൽ കുട്ടികൾക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് എനിക്ക് ഇതിലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. പിന്നെ വീട്ടിൽ ചെറിയ പാർട്ടികൾ, ചെറിയൊരു ഹോളിലുള്ള പാർട്ടീസ്, അതിനൊക്കെ ഇത് വളരെ അടിപൊളിയാണ്. നിങ്ങൾ വാങ്ങി നോക്ക്. ഹാവ് എ വണ്ടർഫുൾ